ഇല്ല, ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. കേരള സംസ്ഥാനത്തിലുള്ളവർ മുഴുവൻ നിക്കരിച്ചാൽ നേരത്തെ കോഴിക്കോട്ട് എയറോപ്ലെയിൻ ഇറങ്ങാൻ സ്ഥലമുണ്ട് അവിടെ. എല്ലാ പള്ളികളിലും ആകട്ടെ അവരുടെ വക്ത് പോകാതിരിക്കട്ടെ, അത്രേ ഉദ്ദേശിച്ചതുള്ളൂ. വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടെ അവർ വന്ന് ആ 12:30 പള്ളിയിൽ വന്ന് ഏത് ഉദ്ഘാടനത്തിന്റെ തലേന്ന് കവർ ഏറ്റില്ല, അതേ കവറില്ല നിസ്കാരക്കുപ്പായിട്ട് വരും, അവിടെ വരും, ജുമാ നിസ്കരിക്കും, ഒരു പോകും. അതിൻ്റെ ഒരു ഫിത്തന എത്രയാ പറഞ്ഞുണ്ടാക്കി നമ്മൾ. ഏതെങ്കിലും ആൾക്കാർ ഫിത്തന ഉണ്ടാക്കി എന്ന് വിചാരിക്കുക, ഇനി ഏതെങ്കിലും മുജാഹിദ് പള്ളി തന്നെ ഉണ്ടാക്കി നിൽക്കുക എന്ന് കരുതിയിട്ട് അതിൻ്റെ കുറ്റമൊക്കെ നമ്മൾ പേറുകയെ. മറ്റുള്ള സമൂഹത്തിൽ കൂടി ഇപ്പോ പള്ളിയിൽ ആരാധനാലയത്തിൽ കയറ്റാൻ പറ്റൂല എന്നുള്ളത് കോടതിയിൽ കേസ് കിടക്കുക. മുസ്ലിം സമുദായത്തിന് സ്ത്രീകളെ പള്ളി കയറ്റി എന്നുള്ളത് അടുക്കളയിൽ നിന്ന് കൊടുന്ന് ജുമാക്കും കൂടി നമുക്ക് അഭിപ്രായമൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ പറയാം. പെണ്ണുങ്ങൾ പോലും പോരണ്ട, ഇറച്ചി ചൂടുള്ളത് വിളമ്പിത്തരും, ഓലെന്നെ വേണം, രണ്ടാളും കൂടി വെച്ച് വിളമ്പിത്തരും. അന്ന് ഓർക്കാം നമ്മൾ ഒന്നുമില്ല, ഒരു പള്ളിയിൽ വരുന്നു, അത് കേൾക്കുന്നു. സുഹൃത്തെ, ആ നേരത്തെ പോലെ ഇറങ്ങി ജുമയും കഴിഞ്ഞാൽ ഇറങ്ങി പെരീക്ക് പോകണു, അതല്ലേ ചെയ്തതുള്ളൂ. കണ്ണൂരിൽ നിന്ന് ഒരാൾ ജുമയൊക്കെ കോഴിക്കോട് വന്നിട്ട് ചോദിച്ചു വന്നു, ഞാൻ പള്ളിയല്ലേ പെണ്ണുങ്ങളെയൊന്നും കാണാല്ല, പെണ്ണുങ്ങൾ അപ്പുറത്താണ്. ഞാൻ വേൾന്ന് കേട്ടിട്ട് പോന്നതാ. ഒരു പെണ്ണ് ഇവരാണ് അതൊക്കെ ബഹന്തിന്റെ ഉഷാറിന് പറയണം. അങ്ങനെയൊന്നും അല്ല പള്ളിക്കിരിക്കുക. പള്ളി നോക്കൂ, നിങ്ങൾ ഞാൻ കള്ളം പറയാണോ? അല്ല, നിങ്ങൾ പോയി നോക്കി. അത്തരത്തിലുള്ള പള്ളിയിൽ ജുമ്മക്ക് കയറി, മിമ്പർമ കയറി, നിലത്തല്ല അയിന്റെയും കയറി, രണ്ടാമത്തെ സ്റ്റെപ്പും കയറി, മൂന്നാം സ്റ്റെപ്പും കയറി, മിമ്പർമെന്ന് കുത്തുബിയും കഴിഞ്ഞ് ഇറങ്ങി പോന്നാ ഇനി നമുക്ക് എന്തിനാ ചൂടാകണം? ബേജാറാണ്ട, കുറച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് റെഡിയാവും, നമ്മൾ പ്രതീക്ഷിക്കാം. ഇസ്ലാഹി പ്രസ്ഥാനത്ത് നിങ്ങൾ ചീത്തറിഞ്ഞോളി, വിരോധമല്ല. പണ്ടേ ചീത്ത പറഞ്ഞേ നമുക്ക് പരിചയമുള്ളൂ, ആയിക്കോട്ടെ. പക്ഷേ 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിച്ചോളിത്, 5 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിലെ സർവ്വ സുന്നിപ്പള്ളിയിലും സ്ത്രീകൾക്ക് സൗകര്യം ഒരുക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ഒരുക്കേണ്ടി വരും. കാരണം എന്താ, സ്ത്രീകളെ എങ്ങനെ നിസ്കരിക്കാൻ ഞങ്ങൾ എന്താ കാട്ടുക? ഇവിടെ ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവിടെ നിന്നോ ഞാൻ പോയി നിസ്കരിച്ചട്ടെ, ഞാൻ നേരെ പുറത്തൊരു ഓളോ ബ്രിഡ്ജ് ഉണ്ടാക്കി അവിടെ ഓക്കും നിസ്കാരം നിർവഹിക്കൂലേ? അത്രയല്ലേ സുഹൃത്തുക്കളെ. ചിലർ പറയും മുജാഹിദ് പള്ളി പോയതിന് തയമ്പ് 2 അതൊക്കെ നമ്മളെ മുന്നിലിരിക്കണ വേള് കേൾക്കണോ? അങ്ങനത്തോനാണെങ്കിൽ ഇരുന്ന് ചിരിക്കും, അല്ലാത്തവരെന്ത് ചെയ്യും? അത് കുറച്ച് കടന്ന കയ്യായി പോയി എന്ന് പറയും. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാവുമോ? 2 തയമ്പ് ഉണ്ടാവുമോ? നിസ്കരിച്ചണോ? എന്തിനാ പള്ളി കയറി നിസ്കരിക്കാനല്ലേ? ഹജ്ജിന് പോണോന് എത്ര തയമ്പാ? ആർക്കും ഏത് സുന്നിക്കും 4 തയമ്പുണ്ടെന്ന് മുജാഹിദ് വേൾന്ന് പറയാറില്ല. കാരണം എന്താ, അതിലൂടെ അങ്ങനെ പോകുന്നു, അവനാന്റെ ഹജ്ജ് നിർവഹിക്കും, തവാഫ് ചെയ്യും, വേറെ അതിൻ്റെ അടിയിൽ ആരും ഒന്നും ചിന്തിക്കൂല. അങ്ങനെ തന്നെ സുഹൃത്തെ ഇബാദത്തൊക്കെ അല്ലേ? അപ്പൊ എന്തിനാ? അല്ല, അതൊരു സുന്നത്തായി സ്ത്രീകൾക്ക് സൗകര്യം ഏർപ്പെടുത്തി എന്നത് ഇനി എന്ത് വാദിച്ചാലും 10 or 7 കൊല്ലം കഴിഞ്ഞാൽ നടപ്പാക്കുന്നേ ഉള്ളൂ. വെറുതെ എന്തിനാ? അപ്പൊ പ്രസ്ഥാനത്ത് നിങ്ങൾ അതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കരുത്. സാമൂഹികമായ ദുരാചാരത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. സ്ത്രീ ഒരു ധനമാണ്. സുന്നികളോടും മുജാഹിദുകളോടും ജമാഅത്തുകാരോടും എല്ലാവരോടും പറയണേ. ഹിന്ദുക്കളായ ആൾക്കാർക്ക് അവിടെ പറയാൻ ഏറ്റവും യോഗ്യത. കാരണം ഓല ഇത് കേട്ടാന്ന് വേണല്ലോ, അത് നന്നായിട്ട് എന്ന് പറയാ ഓലയുള്ളൂ. നമ്മളൊക്കെ എന്താ പറയാ, നിങ്ങൾ എല്ലാം നന്നായി അവസാനം പറഞ്ഞ് അത് ഇപ്പം നമ്മളേനും എല്ലാവരെയാണ്. യാതൊരു സംശയം, മുസ്ലിം സമൂഹം നന്നായി. ഒരിക്കണ്ടോ ബസ്സിലെ 3 ചെറുക്കന്മാർ ഉത്തരക്കണം, തടിച്ച 3 ചെറുക്കന്മാർ. അപ്പൊ എന്താ, തടിച്ചവരാ 2 ആൾ അപ്പുറം ഇരുന്ന്, എടാ കിട്ടൂലടാ, കിട്ടുകാരടാ, കിട്ടൂലേ? അപ്പൊ എന്താ അവസാനം ഞാൻ ചോദിച്ചു, മക്കളെ എന്താ? ഞങ്ങൾ 2 ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ, ഒരുത്തൻ വിസ തരാറിഞ്ഞ് ആ ഓട്ടോറിക്ഷ വിറ്റു 1 ലക്ഷം. ഇപ്പം അത് കായിട്ടാനും മാർഗമല്ല, വിസട്ടാനും മാർഗമല്ല. ഓൻ്റെ മൊബൈലും കട്ടാക്കുകയാണ്, ലാൻഡ് ഫോൺ ഊരിയിട്ട് ഓനെയും തിരഞ്ഞെടുക്കുക. ഈ പാതകൊന്നും നമ്മൾ സമുദായം ചെയ്യരുത്, ദയവ് ചെയ്ത് പറയാണ്. അതുകൊണ്ടൊന്നും ഇവിടെ നമ്മൾ കഴിച്ചിലാവില്ല. വിസക്കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവനാൻ്റെ മക്കളെ വരെ വിൽക്കേണ്ട ഗതി. അതിനുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കാതെക്കുക. സമ്പത്തിൻ്റെ കാര്യത്തിൽ അർഹമായതേ തിന്നാവും. നമ്മുടെ ഈ പുകയൂരിലെ മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ നമ്മളുള്ള ഫ്രീഡം കളയരുത്. ഓരോന്നും നടത്തിയാണ്ട് നമുക്കിപ്പോൾ ഉള്ളൊരു ഫ്രീഡം ഉണ്ട്. ഒരു മൈക്ക പെർമിഷൻ എഴുതി കൊടുത്ത് അതിൽ CI ഒപ്പും വെച്ചാൽ നമുക്കിത് നടത്താം. ഇത് നമ്മളെന്ത് ചെയ്യുക, ഇന്ത്യ രാജ്യത്തുള്ളത്. വേറൊരു രാജ്യത്ത് പോയാലും, ഏത് പാകിസ്ഥാനായാലും ഇസ്ലാമിക രാജ്യമായാലും നടത്തിയാൽ തന്നെ എന്തായാലും അതിൻ്റെ പൂർണ്ണ എല്ലാ വശവും ഒക്കെപ്പാടിയായിട്ട് അവസാനം നടത്തേണ്ട തീരുമാനിക്കണം കേട്ടാ. ഇത് നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞ് പെരിയിൽ സ്വാതന്ത്ര്യമല്ലാറല്ലേ ചില മക്കൾ. എന്ത് സ്വാതന്ത്ര്യം? പെരിയിൽ ഒരു സ്വാതന്ത്ര്യമല്ല. വൈകുന്നേരമായ കഴിച്ചുകാലം ദേശത്തേക്ക് നിക്കരിച്ചാൻ പറയണ വാപ്പ, വൈകുന്നേരമായ വായിച്ചാൻ പറയണ ഉമ്മ,
ചോറ് കഴിച്ചോന്ന് ചോദിച്ചലില്ല, ബാക്കില്ലാത്തോണ്ടാ ചോറ് കഴിച്ചോന്ന് ചോദിച്ചാത്ത് കലത്തിലില്ല. അപ്പൊ അതൊന്നും ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തലല്ല. ശനി ഞായറും റേഷൻ പീടിക്ക് പോകാൻ പറയാം, ഞായറാഴ്ച രാവിലെ തന്നെ 7 മണിക്ക് ക്രിക്കറ്റിനും ആറിനും അതിനയക്കണില്ല. ഇങ്ങനത്തേനൊന്നും ഇവിടെ വല്ലാതെ അയക്കൂല. തുമ്പുരിയാട്ടി അടക്കാൻ നമ്മുടെ രാജ്യത്ത് അയക്കൂല, അത് ശരിയാണ്. പക്ഷേ നമുക്കുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട്. ബാങ്ക് കൊടുത്താൽ പള്ളിക്ക് പോകാം. ഞാൻ പറഞ്ഞില്ലേ, ചിലർ നിലത്ത് ചോദിക്കും ഗോവധ നിലവിൽ എന്താ കാട്ടുക, ഇവിടെ ഇപ്പോൾ പറ്റണ കുറച്ച് കാലം അക്കീക്കത്തറുത്തോ ഇല്ല, ഉളുഹിയത്തിന് കൂടിയോ ഒരു 950 ഉറുപ്പ്യക്കാണ് കിട്ടിപ്പോരാൻ എന്തോ ഒരു നൈപ്പര്യങ്ങൾ. അല്ലാത്തൊരു പോത്തിന് അറിവ് എന്തിനാ അത് പടച്ചോനെ എപ്പം പറയണതൊക്കെ എടുത്തു കൊടുത്തി നമുക്ക് തെറ്റിനാ താല്പര്യം. ഇസ്ലാമികായത് ഒരു കുഞ്ഞ് ജനിച്ചു, അതിനെന്ന് അള്ള തന്നു, അൽഹംദുലില്ലാ പടച്ചോന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു രൂപ കൊടുത്താൽ ഹൈർ. അത് പാവപ്പെട്ട എല്ലാവർക്കും ഇന്നെന്താ പറയുക അക്കീക്കത്ത് എന്നിട്ടോ അറിവിന്റെ ഇരട്ടിയുള്ളത് കുറേ നമ്മളെപ്പോലത്തെ കുറേ ആൾക്കാർ വന്നുകൊണ്ട് അത് നക്കിപ്പോവും. അതിനങ്ങനെ ഞാൻ പറയുള്ളൂ. ഇത് പാവങ്ങൾക്ക് തോലിന്റെ പൈസ വരെ നാട്ടുകാർ കൊടുക്കണായി. അപ്പൊ എന്തായി? അത് അക്കീക്കത്തായി. അല്ലാഞ്ഞാലോ മുണുങ്ങലായി. അത്രേ ഉള്ളൂ. ഇത് ഇസ്ലാമികമായതാ. അപ്പൊ അത് നമ്മൾ ചെയ്യുക മാത്രമല്ല, ഇസ്ലാമികമല്ലേ ആണോ എന്നൊക്കെ നോക്കുക. സ്ത്രീ ഒരു ധനമാണ്. അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇതെല്ലാവരോടുമാണ് പറയുന്നത്. മഹല്ലത്തുകളിലുള്ളവർ ഒന്ന് ഉണർന്നാൽ മതി. ബഹുമാനപ്പെട്ട കാരണവന്മാരെ, നിങ്ങളൊന്ന് ഉണരണം. ഇപ്പൊ കേട്ടോടത്തോളം ഉണർന്നിട്ടുണ്ടല്ലോ. ആ ഉണർച്ച എന്ത്? ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദാകാനല്ല, വാരിക ചേർക്കാനല്ല, മെമ്പർഷിപ്പ് ചേർക്കണ്ട, പള്ളോല് മതി. മറിച്ച് നിങ്ങൾ വിശ്വാസം ചെയ്യണം. കേട്ടനുസരിച്ച് നമ്മൾ ഉത്തരവേ ഉള്ളൂ. വേറൊന്നും ഇതിൽ പറയുന്നില്ല. ആരെയും ആക്കണില്ല, ആക്കണം ഒന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കേൾക്കുക, സ്ത്രീ ഒരു ധനമാണ്. അതുകൊണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് സ്ത്രീധനം ഇല്ലാതെ ആവണം. അതൊന്നും നടക്കണ കാര്യമല്ല ടക്കളെ. ഇതൊക്കെ തന്നെയാ കുലുങ്ങണ. ഇതൊന്നും ഞാൻ പറയില്ലേ, ഇന്ത്യ രാജ്യം 408 ആക്ട് പ്രകാരം സ്ത്രീധനം വിരോധിക്കപ്പെട്ട രാജ്യ ഇന്ത്യ. പ്ലാസ്റ്റിക് നിരോധിച്ചാൻ പോവാണല്ലോ നമ്മളെ നാട്ടിൽ. നമ്മളെ നാട്ടിൽ ഇത് നിരോധിച്ചിട്ട് എന്താ? അത് നല്ലോ കിട്ടും. പിന്നെ മദ്യം നിരോധിച്ച നാടായി കേട്ടോ. ഇതേപോലെ മനുഷ്യനെ നയം കൊണ്ടേ മാറ്റാൻ കഴിയുള്ളൂ. ഒരു വിധത്തിൽ നമുക്കൊന്ന് തീരുമാനിച്ചുകൂടെ? ഇസ്ലാമികമായി നല്ല ത്രാണയുള്ള അന്തസ്സുള്ള ആൺകുട്ടികളുടെ നമ്മളെ നാട്ടിൽ ഉണ്ടെങ്കിൽ അവിടെയാണത് കാണേണ്ടത്. എനിക്ക് എത്ര വയസ്സായി? 25 വയസ്സ്. എന്താ പെണ്ണ് കെട്ടണം എന്ന് പറയണം. പെണ്ണ് ഇഞ്ഞ കെട്ടണം എന്നല്ല, പെണ്ണ് കെട്ടണം. അതിനെന്താ എൻ്റെ കയ്യിലുള്ളത്? എൻ്റെ അടുത്ത് 1000 ഉറുപ്പ്യ ഉണ്ട്, സമ്മാനം കൊടുക്കുക. അതിനെന്താ കിട്ടുക? അതിനൊരു വാച്ച് ഇട്ടു മതി. അത് മതി നിങ്ങൾക്ക്. ഇത് നോക്കൂ, ഇസ്ലാമിൽ ഒരു പെൺകുട്ടിന്റെ പിതാവിന്റെ ചെലവ് എത്ര അറിയോ? വലത്തെ കൈ 2 മിനിറ്റ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അള്ളാഹുവിൻ്റെ നാമത്തിൽ എൻ്റെ മകളെ ഇത്ര മഹർ നിശ്ചയിച്ച് ഇതിന് പകരമായി വിവാഹം ചെയ്തു തരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, നിങ്ങൾ ഏൽപ്പിച്ചു തന്നവളെ വധുവായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമാ ബൈനകുമാ ഫീ ഖൈർ. ഗംഭീരമായ പ്രാർത്ഥന, ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും കൂട്ടമായ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനത്തെ ഒരു നിക്കാഹ് ആരോ കണ്ടുകൊന്ന് നമ്മളെ നിക്കാഹ് കുണ്ടമുറിയില്ല, അവിടെ തന്നെ അങ്ങനത്തെ ഒക്കെ നല്ലത്. ബർക്കത്തുള്ളതാണെങ്കിൽ പുറത്തേക്ക് ഇറക്കിയാൽ മതി. അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഫൈബർ സ്റ്റൂളും 2 ടീപ്പോയും ഒക്കെ വെച്ച് മെല്ലെ ഔങ്ങി നടത്തേണ്ടേ നല്ലേ. മലക്കുകൾ എന്നാലും കാണും, എഴുതി വെക്കും, നാട്ടുകാർ കാണൂല എന്നുള്ളൂ. അള്ളാന്റെ രേഖയിൽ അത് പതിയും അല്ലേ? ഏതുപോലെ നമ്മൾ ഹലോ എന്താ അത് വിളിച്ചിട്ട് കിട്ടാത്ത അപ്പോത്തിനാണ് നിങ്ങളത് 2 ഉറുപ്പ്യ കഴിഞ്ഞിരിക്കുന്നു. അതിലേറെ വേഗത്തിൽ അവിടെ രേഖപ്പെടുത്തും. അത് എവിടേക്കും എത്തിയിട്ടില്ല, വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, മുസ്ലിം പണ്ഡിതന്മാർ വരെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ടു വരിക. എപ്പോഴും വിളിച്ചാൽ കേൾക്കും മൊബൈൽ ഫോണും അല്ലല്ലേ എന്നൊക്കെ ചോദിക്കാൻ മാത്രം. നമുക്കൊന്നും ഇൽമില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഇതിൻ്റെതായ നായകത്വം വഹിച്ച് നടക്കാൻ പാടില്ല. റബ്ബ് നമ്മളെ പഠിപ്പിച്ചതല്ലേ ഇതൊക്കെ. ഇത്തരം എപ്പോഴും വിളിച്ചാൽ അള്ളാഹു കേൾക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മളൊരു നന്മ വരുത്തുക. സ്ത്രീധനം വാങ്ങാത്തൊരു മഹല്ലായി മാറണം. ഹിന്ദു സുന്നിയായാലും മുജാഹിദായാലും ജമായത്തായാലും. മുമ്പൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു, മുജാഹിദീങ്ങൾ സ്ത്രീധനം വാങ്ങൂല, ജമായത്തേർ വാങ്ങൂല. ഇപ്പോൾ ഔങ്ങി വാങ്ങുന്നു സുന്നികൾ തന്നെ പറയൽ തുടങ്ങി. അതുകൊണ്ട് അങ്ങനത്തെ എരപ്പന്മാരായ ആൾക്കാർ മുജാഹിദാന്ന് പറഞ്ഞ് നടക്കണ്ട. ഒന്ന്, ഈ ആശയത്തിനൊരു തകരാറ് വരും. 2, നമ്മളെക്കുറിച്ചുള്ള തിന്മ, ഈ സത്യം മനസ്സിലാക്കാൻ ജനങ്ങളെ പിൻവലിക്കും. അതുകൊണ്ട് ആണത്വമുള്ളവരാകണം. ഇന്ന് കല്യാണങ്ങൾ കുറേ നടന്നില്ലേ നമ്മളെ നാട്ടിൽ? ഇന്നലെ ഞായറാഴ്ച എത്ര കല്യാണം നടന്നു. ജീപ്പും കാറും ഒക്കെ ഇങ്ങനെ പോണണ്ട. പടച്ച തമ്പുരാനെ, കാറടക്കം നമ്മളതായിരുന്നു. അതിൻ്റെ വേക്ക് കൂടി പോണ പുകല്ലേ, കാറിൻ്റെ വേക്കിൽ പോണ പുക. ആ സ്റ്റിക്കറങ്ങനെ ഒട്ടിച്ചിട്ട്, തെർമോക്കോളങ്ങനെ ഒട്ടിച്ചിട്ട്, അക്കാറിൻ്റെ വേക്കത്തെ പുകല്ലേ അമ്മോശാക്കാൻ്റെ ആർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന. അല്ലാന്ന് പറയാൻ എനിക്കൊക്കെ കഴിയോ? നിർത്തി, ഏർപ്പാട് നിർത്തി. ഹക്കും ബാത്തിലും നോക്കാത്തൊരു സമുദായത്തിന് അള്ളാൻ്റെ ബർക്കത്തുണ്ടാവില്ല.